അതിഥിയായിട്ടിരിക്കുന്നത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടത് ആ വ്യക്തിയുടെ എന്താ പറയുക കാരുണ്യ പ്രവർത്തനം അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കൃഷ്ണമേവൻ. അപ്പോൾ നമസ്കാരം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുഖവുരയുടെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. അപ്പോ കൃഷ്ണ മാം മാഡത്തിനെ കുറിച്ച് ഒരു മാഡം തന്നെ പറഞ്ഞോളൂ. എന്താണ് മാം ഉള്ള ഒരു ഇത് എന്താണ് എന്ന് പറഞ്ഞാല്, ഞാൻ ഏകദേശം 17 വർഷമായി UAE-യിലുണ്ട്. അവിടെ നിന്ന് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ഈ സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങി തിരിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നുണ്ടാകുന്ന നമുക്കങ്ങനെ ഒരു തോന്നലല്ലല്ലോ. നമ്മൾ ജനിച്ച് നമ്മൾ വളരുന്ന നമ്മുടെ ആ ചുറ്റുപാടിൽ നിന്നാണ് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് വരിക. ഏറ്റവും ആദ്യം എനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ അമ്മയുടെ പേര് തന്നെയാണ്. എൻ്റെ അമ്മ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മ എപ്പോഴും പറയും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണം. പിന്നെ മനുഷ്യത്വം, അത് നമുക്ക് മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പം ആ ഒരു അമ്മയുടെ ആ വളർന്നു വന്ന ആ സാഹചര്യവും അമ്മയുടെ ആ വാക്കുകളുമാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചത്. ഓക്കെ മാം, ഇപ്പൊ ഇന്നത്തെ കുട്ടികളില് ഇത്തരം ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു സഹാനുകമ്പതയ മറ്റുള്ള ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു ഇത് എങ്ങനെയാണ് നമുക്കത് അവരൊന്ന് അതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ? ഇപ്പം ഇന്നത്തെ കുട്ടികളെ നമ്മൾക്ക് നേർവഴി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വളർന്ന സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മക്കൾ വളരുന്നത്, അല്ലേ? അവര് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ്. നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യം തന്നെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞാണ് ഇന്ന് അവർക്ക് എല്ലാം അവരുടെ കൈകളിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ കുറിച്ചൊക്കെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം അന്യ ദുഃഖത്തിൽ കരുണ കാണിക്കണം മക്കളെ എന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ അവർക്ക് ആ പാതയിലേക്ക് വരാനുള്ള ആ സാഹചര്യം അവർക്ക് കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ കാണിക്കുമ്പോഴായിരിക്കുമല്ലോ മക്കൾക്കും അതിലേക്ക് ഒരു മനസ്സ് വരുന്നത്, അല്ലെ? അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ മക്കൾക്ക് കിട്ടിയാൽ മാത്രമേ അവർ ഈ പാതയിലേക്ക് വരൂ. മാഡത്തിന് ഇപ്പം കുറെ നാളായാലും മാഡം ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ പ്രവർത്തനത്തിനും ഓപ്പോസിറ്റുമായി 2 റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത എന്തെങ്കിലും അനുഭവം മാഡത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് ഏത് പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും, ദുഃഖവും സന്തോഷവും ഉണ്ടാവും. എനിക്ക് ഇങ്ങനൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി വേദനിപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ 10-27 കുട്ടികൾ വന്ന് അവരെ കൊണ്ട് ഇങ്ങനെ ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കുറച്ചു പേരെങ്കിലും നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാവാം, കുത്തുവാക്കുകൾ പറയുന്ന അങ്ങനെയുള്ളവരുണ്ടാകും. പക്ഷെ എന്നെ കൂടുതലായിട്ട് എന്നെ അങ്ങനെ പറഞ്ഞ ഒരാള് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന് എന്നോട് ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിന് വിഷമമൊന്നുമില്ല. കാരണം നമ്മള് ഒരു 10 കാര്യം ചെയ്യുമ്പം അതിൽ ഒരു കാര്യം നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. അപ്പൊ ആ 9 കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 9 പേര് എന്നെ കുറിച്ച് നല്ലത് പറയാനുള്ളപ്പോൾ ഒരാള് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അതിന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് സത്യസന്ധമാണ്, അത് 100% നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് അത് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞതിനെ ശ്രദ്ധിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പരിസരത്തുള്ള ആൾക്കാർ മാത്രമാണോ അതോ വേറെ എവിടെന്നെങ്കിലും ഇതുപോലെ പോകുമ്പോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ നിയർ ബൈ പറഞ്ഞിട്ട് വേറെ റീജിയൻ, അതായത് ദുബായ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ മാഡം? ഇല്ല. ഇപ്പൊ ഏത് സ്ഥലത്ത് ചെന്നാലും എന്നെ അറിയുന്ന ആൾക്കാര് അവര് നല്ല വാക്കുകൾ മാത്രമേ എന്നെ കൊണ്ട് പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കത് ഒത്തിരി പോസിറ്റീവ്. പുറമെ ആൾക്കാർ വിളിച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ കുറച്ചു പേര് വന്ന പാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മസ്ജിദിന്റെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അന്നേരം ആ ഭാഗത്തുള്ള കടക്കാര് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ അറിയുകയാണെങ്കിൽ അവരെന്നെ ഉടനെ തന്നെ വിളിച്ചു പറയും. ഞാൻ അവിടെ ചെന്നിട്ട് അവർക്ക് എന്താണ് വേണ്ടത്. ഇപ്പം ചിലരെങ്കിലും ചോദിക്കും ഇതിനെ നിങ്ങൾക്ക് ഇറങ്ങാൻ എങ്ങനെ സമയം. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്ക് അവിടെ
സമയം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇല്ലേ, നമുക്ക് അങ്ങനെ നമ്മളെ സമയം ഇല്ലാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്നും ഞാനൊരു കാര്യത്തിന് പോയിട്ടാണ് ഓടി നിങ്ങളുടെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന് പോകാൻ നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവും. ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. കഴിഞ്ഞ ദിവസമല്ല, എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച മുൻപ് ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി റോളേജ് അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞവരേക്ക അവരുടെ ബിൽഡിങ്ങിന്റെ താഴെ ചിലപ്പോൾ മാഡം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും, ഇടപെട്ടിട്ടുണ്ടായിരിക്കും. ഒരു മലയാളി തന്നെ 1 വയസ്സായിട്ടുള്ള ആര് കുറേ നാളുകളായിട്ട് കടത്തിണ്ണയില് ഉറങ്ങുന്നു. അവര് പാസ്പോർട്ട് പോയി, ആരുമില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാന് അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നിട്ട് അന്നേരം ആരോ ഇടപെട്ട് അദ്ദേഹത്തെ എനിക്ക് അന്നേരം സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനത് എനിക്ക് ഉള്ള ഒട്ടുമിക്ക ഗ്രൂപ്പുകളിൽ ഞാൻ അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മള് സഹായം ചെയ്യണം. പക്ഷെ ആരും എല്ലാവരും ഒന്നും തുനിഞ്ഞിറങ്ങണം. കാരണം അങ്ങനെ ഇറങ്ങുമ്പോ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അന്നേരം അതൊക്കെ തരണം ചെയ്യാൻ മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം കുറച്ചു പേരൊക്കെ ഇതില് ഒത്തിരി ആൾക്കാർ ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ വരണം. എങ്കിൽ മാത്രമല്ല നമ്മളിപ്പം എല്ലാരും ഞാനൊക്കെ വന്ന സമയത്തും ഇവിടെ വളരെ ബുദ്ധിമുട്ട് ഒത്തിരി കഷ്ടപ്പാടിൽ കൂടിയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അന്നേരം നമ്മൾ കണ്ട ആ ഒരു എന്താ പറയാ ആ ഒരു സന്തോഷം കണ്ടെത്താനായിരിക്കുമല്ലോ എല്ലാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാം തികഞ്ഞ ആരും ഇവിടെ ഉണ്ടാവില്ല. അപ്പം ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാല് ഞാന് ചിലരെങ്കിലും പറയും സാമ്പത്തികം ഇതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എപ്പോഴും പറയും സാമ്പത്തികം ഇപ്പൊ എനിക്കാണേലും സാമ്പത്തികം കൊടുത്ത് എല്ലാവരും സഹായിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർക്ക് സാമ്പത്തികമല്ല വേണ്ടത്. അവർക്ക് ചിലര് പറയുന്നത് അവർക്കൊരു സമാധാന വാക്കാണ്, ഒരു നേരത്തെ ഭക്ഷണം, അല്ലെ ഒന്നും വേണ്ട. മിക്കവരും ഞാൻ കണ്ട കുറെ പേരെ ഇങ്ങനെ കണ്ടെടുത്തോളം അവർക്ക് ഭക്ഷണമോ സാമ്പത്തികമോ ഒന്നും അവരാദ്യം ആവശ്യപ്പെടില്ല. ഒരു ജോലി അല്ലെങ്കിൽ അവരെ മനസ്സ് കുറച്ചു നേരം അവരെടുത്തിരുന്ന് സംസാരിക്കാം, അവരുടെ ആ മനസ്സിന്റെ വിഷമം മാറ്റുക. അവർ പെട്ടെന്നൊക്കെ ഇവിടെ ചേർന്ന് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ വരുമ്പോൾ അവർക്ക് മനസ്സിൽ ഒത്തിരി ഭയം കാണും. ഞങ്ങളുണ്ട് ഇവിടെ എന്ന് അവർക്ക് മനസ്സിലൊരു സാന്ത്വനം കൊടുത്താല് അവർക്ക് അതേ വേണ്ടൂ. അങ്ങനെയാണ് മിക്കവരും ഇവിടെ. ഇപ്പൊ ഇങ്ങനെ നമ്മള് ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് റോള പാർക്കിൽ പോയി ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് അതില് ഓപ്പോസിറ്റ് റിയാക്ഷൻ കിട്ടി. അതായത് ഇപ്പം നോർമൽ ഒരാൾ വന്നിരിക്കുമ്പോ മാഡം അവരെ സഹായിക്കാനായിട്ട് കൊടുത്തിട്ട് എന്തിനെന്നെ സഹായിക്കണേ, എനിക്കൊരു കുഴപ്പമില്ല, അങ്ങനെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മൾ അറിയാണ്ടിരിക്കുന്ന കാണുമ്പോ നമ്മൾ വിചാരിക്കും ഒരേ പാവങ്ങൾ അതാണോ, അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ ആയിരിക്കും ഞാൻ. അല്ല, എങ്ങനെയാ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ ചിലരൊക്കെ പറയും എനിക്ക് മറ്റ് ഹെൽപ്പൊന്നും വേണ്ട, അത്യാവശ്യം എനിക്ക് നിൽക്കാം, പക്ഷെ എനിക്കൊരു ജോലി വേണമെന്ന് പറയുന്നവരുണ്ട്. സാമ്പത്തികം ചിലപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ചിലരുടെ കൂട്ടുകാർ ഇവിടെ ഉണ്ടാവും. അന്നേരം പറയും ചേച്ചി എനിക്കൊരു ജോലി എങ്ങനെയും കണ്ടെത്തി തന്നാൽ മതി. അങ്ങനെ 2 കുട്ടികൾ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. അവർക്ക് ജോലി കിട്ടി. പക്ഷെ അവരുടെ കൂട്ടുകാർ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവർക്ക് 2 പേർക്ക് ഇപ്പൊ ജോലി ആയിട്ടുണ്ട്. ഒരാൾ ഈ ആഴ്ച ജോലിക്ക് കയറും. പിന്നെ ഞാൻ മലയാളികളെ മാത്രമല്ല, ഇപ്പൊ 2 എത്യോപ്യക്കാരുണ്ട്. അവര് പ്രായം ചെന്നവര്. അതെന്റെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവർക്ക് ഭക്ഷണം, പക്ഷെ നമ്മുടെ ഭക്ഷണം അവർ കഴിക്കില്ല. പക്ഷെ എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ച് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുന്നു. പക്ഷെ എന്നാന്ന് വെച്ചാല് നമ്മുടെ ആൾക്കാർക്ക് മാത്രം എന്നും പറഞ്ഞ് നമുക്ക് അവർക്ക് ജോലി ചെയ്യാനും പറ്റില്ല. ഒത്തിരി പ്രായം ചെന്നവരാ. അന്നേരം എന്റെ കണ്ണില് അത് ഏത് രാജ്യം ഏത് മതം അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്റെ കണ്ണിൽ ആര് പെട്ടാലും അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം അതെന്താണോ അത് ചോദിച്ച് മനസ്സിലാക്കി അത് ഞാൻ ചെയ്തു കൊടുക്കും. അതിന് ഇനിയിപ്പം എന്താ പറയാ, നമ്മൾ ഇങ്ങനൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലരും പല വിധത്തിൽ പറയുന്നവരുണ്ട്. ചിലപ്പോ സാമ്പത്തിക ലാഭം നോക്കിയാൽ ഞാൻ ഇന്ന് വരെ ആരോടും 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഈ ഒരു പേരില്. കാരണം അതിന്റെ ആവശ്യം എനിക്കില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. അല്ലാതെ ഇപ്പം 10-27 കുട്ടികൾ ഇവിടെ വന്ന് പെട്ടവർക്ക് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തെങ്കിൽ അവർ നേരിട്ട് കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. ആരോടും ഞാൻ ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന സഹായം. പിന്നെ എന്താന്ന് വെച്ചാല് ചിലര് വേറെ കാര്യങ്ങളുണ്ട്. 2 പേര് 2 അല്ല 3 പേരെ ഇവിടെ
അവര് ജോലി നഷ്ടപ്പെട്ടു, അവരുടെ ഫാമിലിയും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇസ്രയേലിൽ ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ. ഇവിടെ ഉണ്ടായിരുന്ന അജ്മാനിൽ ഉണ്ടായിരുന്ന അത് ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇസ്രയേലിൽ നിന്ന് സഹോദരി വിളിച്ചു. സഹോദരി വിളിച്ചു കഴിഞ്ഞ് രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സഹോദരനെ ഒന്ന് വിളിക്കണം, അവന് ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോവാന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അന്നേരം ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്ങനെയാ വിളിക്കുന്നത്, ഒന്ന് വിളിക്കുക, എന്തേലും അവൻ ചെയ്തു പോയാൽ ഞങ്ങൾക്കുള്ള ഒരാണാണ് ആ വീട്ടില്. ഞാൻ അപ്പൊ തന്നെ ആളിനെ വിളിച്ചപ്പോൾ എന്റെ മനസ്സിലുണ്ട്, ഞാനാണ് ലാസ്റ്റ് ആളിനെ വിളിക്കുന്നത്, എന്തെങ്കിലും ചെയ്തു പോയാലോ. ആ ആളിനെ ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ജോലി വാങ്ങിച്ചു തരാം, ഫാമിലി നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച പിറ്റേന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ എഴുന്നേറ്റാണ്, ഞാൻ ഉറങ്ങിപ്പോവേ, ഞാൻ അങ്ങനെ പറയണം, കാരണം അവരെ നമുക്ക് കയ്യിലെടുക്കണമല്ലോ. എനിക്കൊരു ഗുഡ് മോർണിംഗ് വിടണം, എനിക്ക് കാണണം, ഞാൻ ജോലി വാങ്ങിച്ചു തരും. ആളിപ്പോഴും ഇവിടെ ഉണ്ട്, ജോലി കിട്ടി. അങ്ങനെ നമുക്ക് അത് മറ്റ് ഇതിലുള്ളവരെയും ഞാൻ എന്നെ കൊണ്ട് കഴിയും. നമ്മളിപ്പോ അവിടെ സാമ്പത്തികം വേണ്ട, മറ്റൊന്നും വേണ്ട, ഒരു ചേർത്ത് പിടിക്കണം, അവർക്കൊരു സമാധാനമാക്കുക, അതേ അത്രേ വേണ്ടു. അതാ പറയണേ, നമ്മളാൽ കഴിയുന്ന എന്ത് സഹായവും അത് ആർക്ക് എപ്പോഴും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ നമുക്ക് ഏതൊരു ആൾക്കും നമ്മൾ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്കൊരു മോറൽ സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോ മാഡത്തിന് ഫാമിലിയുടെ സപ്പോർട്ട് ഇതിലെല്ലാ കാര്യത്തിലും പ്രവർത്തനം തീർച്ചയായിട്ടും വേണമല്ലോ. എന്റെ ഹസ്ബൻഡ് ഇതിന് ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ രാത്രി 1 മണിക്കും ചിലപ്പോൾ 2 മണിക്കും ഒക്കെ ഫുഡും കൊണ്ട് പോയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ സൗദി പള്ളിയുടെ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ അവര് ഷോപ്പ് അടയ്ക്കുമ്പോഴായിരിക്കും ആ ഷോപ്പിന്റെ വാതിക്ക് 2 പേരോ അല്ലെങ്കിൽ ഒരാളോ ഇരിക്കുന്നു പറയണേ. അപ്പൊ വിളിച്ചു വരുമ്പോൾ ഞാൻ ആ രാത്രി തന്നെ ഫുഡ് ഉണ്ടാക്കി, ഞാൻ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ കൊണ്ടുപോയില്ല. കാരണം അവര് ഈ പുറത്തിരിക്കുന്നവരില്ല. അപ്പൊ തന്നെ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി രാത്രി 1 മണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പം ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചായിരിക്കും പറയണത്, ഞാൻ ഫുഡും കൊണ്ട് പോവാണ്. പക്ഷെ എന്റെ ഭർത്താവ് അതിന് ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇതിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. അത് എന്തായാലും ആ ഒരു ഭാഗ്യം എനിക്കുണ്ട്. എന്റെ ഭർത്താവ് 100% എനിക്ക് സപ്പോർട്ടാണ്. അതെ അതെ. പിന്നെ നമുക്ക് മാഡത്തിന്റെ ലൈഫില് ഇപ്പം അമ്മ എന്ന് പറഞ്ഞു, പക്ഷെ അത് കൂടാതെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി സൊസൈറ്റിയില്, പിന്നെ അങ്ങനെ ഏതൊരു വ്യക്തി, കാരണം ചില ആൾക്കാരുടെ പ്രവൃത്തി, ചില ആൾക്കാരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ മൈൻഡിൽ നന്നായിട്ട് ഇങ്ങനെ അഫക്ട് ചെയ്തിട്ട് ഓക്കെ നമുക്ക് അതുപോലെ ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെ ഏതെങ്കിലും വ്യക്തി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തികളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അമ്മ തന്നെയാണ്, അല്ലാതെ മറ്റുള്ള എനിക്ക് ഇന്ന് വരെ പറയാൻ പറ്റില്ല. ഇപ്പോഴും ഏതൊരു കാര്യത്തിനും ഒരു അവാർഡ് മേടിക്കാൻ ചെന്ന് നിൽക്കുമ്പോഴും ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് എന്റെ അമ്മയെ തന്നെ. തീർച്ചയായും നമ്മളുടെ, കാരണം എന്റെ അമ്മയാണ് ഇതിലേക്ക്. അത് കഴിഞ്ഞപ്പോ എന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എന്റെ ചേട്ടനും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് കുറെ അധികം അവാർഡ് ഇവിടെ കിട്ടി. പക്ഷെ ഈ അവാർഡിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ അവരുടെ മുഖത്ത് നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ചില സഹായമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിട്ട് ഞാനും കൂടെ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ അവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു അവാർഡിനെക്കാളും വലുതായിട്ട് ഞാൻ അതിനെയാണ് കരുതുന്നത്. കാരണം അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അത് നമ്മളിപ്പോ ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് രാത്രി ഭക്ഷണം കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സമാധാനം, അത് ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. അതെ അതെ അതെ. മാഡത്തിന് ഇവിടെ എല്ലാവരും നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഒരു ഇതില് അറിയപ്പെടുന്നുണ്ട്. ഉണ്ട് ഉണ്ട്, നാട്ടിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. എന്നെ നാട്ടിൽ 1-2 സ്ഥലത്തേക്ക് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ പോണം, വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഏത് സ്ഥലത്ത് ചെന്നാലും എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ സഹായം ഇപ്പൊ ഹെൽപ്പ് ചെയ്തവര്, അതായത് ജോലി വൈസായിട്ടും ഫുഡായാലും അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്തവരായാലും പിന്നീട് അവര് ഏതെങ്കിലും ഇത് കോണ്ടാക്ട് ചെയ്യുക, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നതോ എന്തെങ്കിലും ഇങ്ങനെ സൗഹൃദ ബന്ധം അങ്ങനെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടുണ്ട്. കാരണം നമ്മള് കുറച്ച് കുട്ടികൾക്കൊക്കെ ജോലി മേടിച്ചു കൊടുത്തവർ ഇന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുത്തു, അവര് പോയി, ചിലര് കോണ്ടാക്ട് ചെയ്യാത്തത് അവരുടെ കുറ്റമല്ല. അവര് കഴിഞ്ഞു പോയ ആ ദുഃഖ സമയം അത് ചിലപ്പം അത് വീണ്ടും ചിന്തിക്കുന്നില്ലാവാം. അല്ലെങ്കിൽ അവര് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. പിന്നെ നമ്മൾ അവരെ പുറകെ പോയി ശല്യം ചെയ്യരുത്. അവരായി അവരുടെ ജോലിയായി അവർ മുന്നോട്ട് പോട്ടെ എന്ന്. പിന്നെ കുറച്ച് കുട്ടികളുണ്ട് എന്നെ ഇന്നും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന കാര്യം, ഇവിടെ വന്ന് ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച ഒരു
പയ്യന്, ഞാൻ പേര് പറയണില്ല, അവനിന്ന് ദുബായിൽ ഉയർന്ന ഒരു കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്തെത്തി. അവൻ എന്നെ ഇന്നും വിളിക്കും. അത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ അജ്മാനിലുണ്ട് കുറച്ച് കുട്ടികള്. പിന്നെ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി വന്നാൽ എന്നെ അറിയിക്കണം. പിന്നെ ഇനി ഇവിടെ വരുന്നവർക്ക് അതൊരു സഹായമാവില്ല. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സഹായം ഞാൻ അവരോടൊന്നും ചോദിക്കാറില്ല. അവരെ ഞാൻ ശല്യം ചെയ്യാറില്ല. ഒന്നിനും ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാറില്ല. അവരെന്നെ വിളിക്കും. കോണ്ടാക്ട് ചെയ്യുന്നവരോട് ഞാൻ കോണ്ടാക്ട് ചെയ്യും, അല്ലാത്തവരെ ഞാൻ ഒന്നിനും പോകാം. ഇപ്പൊ മാഡത്തിന് ഇപ്പൊ ഈ ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങളും കൂടെ ജോയിൻ ചെയ്യാം, ഞങ്ങൾ ഇന്നത്തെ മാഡത്തിന്റെ കൂടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫുഡ് സപ്ലൈക്ക് പോകുമ്പോൾ നമ്മൾ തരാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഫുഡ് മാഡത്തിന്റെ കൂടെ തരാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, ഫുഡ് എത്തിച്ച് തന്നിട്ടുള്ളവരും ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാഡത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ ഫുഡ് എത്തിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാല് ഞാൻ അത് വേണ്ടപ്പെട്ടവർക്ക് തന്നെ അവിടെ കൊടുക്കും. കാരണം നമ്മുടെ ഇവിടെ 1-2 ബിൽഡിംഗ് ഉണ്ട് ഇങ്ങനെ വന്ന് പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അന്നേരം അവർക്ക് ഞാൻ കൊണ്ടെത്തിച്ചു. ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഈ ജോലി ഇല്ലാണ്ട് ഇപ്പൊ തമ്പടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. ഇപ്പൊ എന്റെ അറിവിലൊരു 3-4 പേരുണ്ട്. അതിൽ 2 തമിഴ്നാട്ടുകാരുണ്ട്. പിന്നെ ഇപ്പൊ എത്യോപ്യ അവര് പ്രായം ചെന്ന അവരിനി ജോലി ചെയ്യാനുള്ള ശേഷിയില്ല, അവരുണ്ട്. പിന്നെ വേറൊരു പയ്യനുണ്ടെന്ന് അറിഞ്ഞു, ഇനി പോയി നോക്കണം. മലയാളിയാണെന്നാണ് അറിവ്. അപ്പൊ ഇവരുടെയൊക്കെ ഫാമിലിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ എല്ലാവരും നമ്പർ തരില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അവര് ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അവര് വീട്ടിൽ അറിയിക്കണ്ട എന്നുള്ള ഒരു ഇതുണ്ട്. കോമഡി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ പർപ്പസ്ഫുൾ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പോകണമെങ്കിൽ ചിലപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ കുറച്ച് കുട്ടികളായിട്ട് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം 14 പേരെ 7 പേരെ 27 പേരൊക്കെ ഇങ്ങനെ വന്നല്ലോ. അതിലൊരു പയ്യൻ പറഞ്ഞു, എന്നെ വിളിക്കുന്ന കൃഷ്ണാമ്മേന്നാ. അവന് 21 വയസ്സുള്ളൂ. അവനിപ്പോഴും ഉണ്ട് ഇവിടെ. കൃഷ്ണാമ്മേ, ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിലെ തലപ്പത്ത് പോവാണെങ്കിൽ എന്റെ അടുത്ത് കസേരത്തന്നെ കൃഷ്ണാമ്മ ഇരുത്ത. ഞാൻ ചോദിച്ചു, നീ എന്ത് ജോലിക്കാ പോകുന്നത്? അതൊന്നും പറയാൻ ഇപ്പൊ പറ്റൂല, നമ്മളിപ്പോ ഒരു ജോലി തിരക്കി പോവല്ലേ. ജോലി കിട്ടിയിട്ടില്ല, കക്ഷി കിടക്കുന്നത് പാർക്കിലാണ്. എങ്കിലും അവന്റെ സ്വപ്നം, ഞാൻ പറഞ്ഞു നിന്റെ സ്വപ്നം നല്ലതായിട്ട് വരട്ടെ. പക്ഷെ ഇപ്പൊ ഒരു കമ്പനിയിൽ നല്ലൊരു ജോലിയിൽ നിൽപ്പുണ്ട്. അന്നേരം ഈ കഴിഞ്ഞൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിതാ ഇവിടെ എത്തി കേട്ടോ, ഇനിയിപ്പോ അല്പം കൂടി കുറച്ചുകൂടി മുകളിലോട്ട്. ഞാൻ പറഞ്ഞു, ഏറ്റവും മുകളിൽ വരുമ്പോ എനിക്ക് അടുത്തൊരു സീറ്റ് തരണം. അങ്ങനെ രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചു എന്നെ സൗദി പള്ളിയുടെ വെച്ച് ഭക്ഷണം കൊണ്ടുപോകുമ്പോ. ഐഡിയ ഇല്ല. അന്നേരം എന്നോട് ചോദിച്ചത് എവിടെ കൊണ്ടുപോകാ? അത്യാവശ്യം അറബിയറിയാന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ പാർക്കിൽ 2-3 പേര് വിശന്നിരിക്കുന്നു, അങ്ങനത്തെ ഒരു ഷോപ്പുകാരൻ വിളിച്ചു പറഞ്ഞിട്ട് ഫുഡും കൊണ്ട് പോവാ. അന്നേരം ഇവർക്കൊരു ഡൗട്ട്, ഞാൻ എങ്ങോട്ടോ പോണേന്ന്. ഞാൻ ഫുഡും കൊണ്ട് കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് ഞാൻ അവിടെ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്, അവിടോട്ട് നിന്ന് ഇവര് പോകുന്നുണ്ടോന്നറിയാം. എനിക്ക് ഇവര് ഏതോ ഇപ്പം അവിടെ കിടക്കുകയാണെങ്കിലും ഇവരെ എഴുന്നേപ്പിച്ച് വിടും പോലീസ്. എന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോകാൻ പറയും. പക്ഷെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ നാട്ടിലേക്കാളും സേഫാണ്. അവര് എഴുന്നേപ്പിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവരവിടെ തന്നെ കിടക്കും, അവര് പോവുകയും ചെയ്യും. അവർക്കറിയാം ഇങ്ങനെ വന്നു പെട്ടവരാണ്. ഞാൻ മാറി നിൽക്കുന്തോറും വണ്ടി എന്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുക. വീണ്ടും ഞാൻ കുറച്ചുകൂടി മാറി, കാരണം ഇവര് കിടക്കുന്നിടത്ത് നിന്ന് അവരെ എഴുന്നേപ്പിച്ച് വിടണ്ട. ഞാൻ അടുത്ത് ചെന്നാൽ ഇവരെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ എനിക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. ഇത് കുറെ നേരം വണ്ടി വരുന്നു, ഞാൻ കുറച്ചും മുന്നോട്ട് പോണു, വീണ്ടും വണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ ഇവര് പോകുന്നില്ലല്ലോ, എനിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണം. ഞാൻ കുറച്ചു നേരം ഭക്ഷണമായിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. പോലീസ് വണ്ടി അവിടെ തന്നെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എന്തായാലും കൊടുത്തല്ലേ പറ്റൂ. ഞാൻ പതുക്കെ എഴുന്നേറ്റു. അന്നേരം അവർക്ക് മനസ്സിലായി കേട്ടോ, ഒരു പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ ഭക്ഷണം കൊടുക്കുന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. എന്നാലും ഞാൻ അകത്തോട്ട് കയറിയിട്ട് അവിടെ ചെന്ന് അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നൊക്കെ ഇവർ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് എനിക്കത് ഒത്തിരി അഭിമാനത്തോടെ, എനിക്ക് ഒരു സന്തോഷം തരുന്നൊരു സംഭവമാണ്. ഞാൻ ആ ഭക്ഷണം കൊടുത്തിട്ട് ആ പാർക്കിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. അന്നേരം ഞാൻ ആ കൊടുത്ത ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി, കാരണം ഇവരവിടെ നിൽക്കണല്ലോ. ഞാൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ആ വണ്ടി റോള പാർക്ക്, ഞാൻ എൻ്റെ ബിൽഡിങ്ങിൽ കയറുന്നിടം വരെ ആ വണ്ടി എനിക്ക് എന്റെ കൂടെ തന്നെ ആ 2 മണിക്ക്. അത് നമ്മുടെ രാത്രി. അതെന്താന്ന് ചോദിച്ചാല്, ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് എന്നെ സുരക്ഷിതമായിട്ട് എന്നെ കൊണ്ട് അവര് ഫ്ലാറ്റിൽ വിട്ടു. ഞാൻ അന്ന് ഒത്തിരി ഭയന്നു, ഇവരെന്താണ് ഇങ്ങനെ നിക്കണേ, ഇവര് പോണുമില്ല. ഇവര് പോയിട്ട് വേണം അവരെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കണം. ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും അതൊരു വലിയ അതിശയവും സന്തോഷവും ഒരു സമാധാനം ഒക്കെ തരുന്ന കാര്യമാണ്. അന്നേരം പോലീസ് വണ്ടി, ഞാൻ നടക്കുന്നതിനോടൊപ്പം തന്നെ പോലീസ് വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്.
അന്നേരം ഇവിടെ വരുന്ന ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം എൻ്റെ ചെന്ന് പറ്റി ഞാൻ പറഞ്ഞ ഐഡിയ എടുത്തിട്ടില്ല. അന്നേരം പിന്നെ എനിക്കൊരു പേടി, ഐഡിയ എടുത്തിട്ടില്ല, പക്ഷെ ഫോണിലുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഷാർജ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ അസോസിയേഷൻ സ്കൂളാണ്, അത് നമുക്കൊരു അഭിമാനം തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്നെ ഫ്ലാറ്റിന്റെ അവിടെ കയറുന്നിടം വരെ ആ വണ്ടി അവിടെ നിന്നു. അതൊരു നല്ല നമ്മുടെ നാട്ടിലാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ നാട് തരുന്ന കെയർ ഒരു സ്ഥലത്തും എനിക്ക് രാത്രി 2 മണിക്ക് സുഖമായിട്ട് പോകാൻ ഉള്ള ഒരു ധൈര്യം തരുന്നത് നമ്മുടെ ഈ രാജ്യമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് വേറെ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇവിടെ വന്ന ഒരു പയ്യനെ നമ്മുടെ വിസിറ്റിംഗ് വിസയിൽ, അന്നാണ് എനിക്ക് മനസ്സിലായത് വിസിറ്റിംഗ് വിസയിലും കള്ളത്തരം നടക്കുന്നുണ്ടായിരുന്നു. പേര് മാറ്റിയിട്ട് ഒരു പയ്യനെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടു. വെളുപ്പിന് 5:30 എങ്ങാണ്ട് ഇറങ്ങേണ്ട പയ്യൻ വൈകുന്നേരമായിട്ട് ഇറങ്ങിയില്ല. അവന്റെ കൂട്ടുകാരനെ വന്ന് കണ്ടു. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ പോയി അവനെ കസ്റ്റംസിൽ പിടിച്ചു, എമിഗ്രേഷൻ പിടിച്ചു പോലീസ്. പക്ഷെ പോലീസ് അവന് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലായി കൊച്ചൊരു പയ്യന് 21 വയസ്സുള്ളായിരുന്നു. അവനെ ഞാൻ പിന്നെ രാത്രി ഞങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ വന്നിട്ട് അവനോട് സംസാരിച്ചപ്പോ അമ്മ ഞങ്ങൾ കിടന്ന് അവനെ ശകാരിക്കുകയാണ്. കാരണം നീ പോയിട്ട് നീ എന്താ ഇതുവരെ വിളിക്കാൻ, ദുബായി ചെന്നപ്പോ നിന്റെ മനസ്സ് മാറിയോ, ഞാൻ ഇവിടുന്ന് കുടുംബശ്രീയിൽ നിന്നൊക്കെ പൈസ എടുത്തല്ലേ, നീ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ. പക്ഷെ അന്നേരം അവൻ ഇരുന്ന് കരയുക. ആ കൂടെ നിന്ന കൂട്ടുകാരും കരഞ്ഞു, ഞാനും കരഞ്ഞു. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. അന്നേരം ആദ്യം അവൻ പറഞ്ഞു അമ്മയെ വിളിച്ചു പറയണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല മോനെ, അമ്മ വിഷമിച്ചിരിക്കല്ലേ, കാരണം ഞാനും ഒരു അമ്മയല്ലേ, മോൻ ഇവിടെ എത്തിയ കാര്യം പറയണ്ട. അന്നേരം അമ്മയെ വീഡിയോ കോൾ വിളിക്കുമ്പം അമ്മ ആദ്യം ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ള ഒരു അമ്മ തന്നെ. ഇങ്ങനെ പറഞ്ഞ് മോൻ ഇവിടെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്താ അവൻ ഇങ്ങനെ വിളിക്കാഞ്ഞ. അന്നേരം ആദ്യം ഞാൻ പറഞ്ഞു മോനെ താമസിച്ചു പോയി, ഫ്ലൈറ്റ് താമസിച്ചു, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെയല്ല, അവന് ഇങ്ങനെ ഞങ്ങളെ മറന്നു, ഞാൻ ഇങ്ങനൊക്കെ കടം എടുത്ത അവൻ മൊബൈൽ മേടിക്കണം എന്ന് പറഞ്ഞ് ആദ്യത്തെ ശമ്പളം ഇങ്ങനെ അയച്ചു തരണം, അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ. അന്നേരം അവനും കരഞ്ഞു. പിന്നെ അവന് 3-4 മാസം ഇവിടെ ജോലി ചെയ്തിട്ട് അമ്മ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എത്തിയത്. അവൻ ജോലി മേടിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് പിന്നെ സമാധാനം, ഒരു മകനേ ഉള്ളൂ, എന്നോട് പറഞ്ഞ് അവനെ ഇങ്ങനെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ അവൻ കയറിപ്പോയി. അന്നേരം അവൻ ആദ്യം പറഞ്ഞ അമ്മയോട് വിളിച്ച് പറയണ്ടെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു മോനെ ഞാനും ഒരു അമ്മയാ, ഒരമ്മ മകൻ ഇവിടെ വന്ന് ഇറങ്ങിയോ, എവിടെ എത്തി, എങ്ങനെ, അമ്മ ഉറങ്ങുന്നുണ്ടാവില്ല, അത് വിളിച്ച് പറയാം, സാവധാനം നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ആദ്യം പറഞ്ഞ് അവന് അനുഭവിച്ചു ആ ഒരു ദിവസം അവിടെ ഇരിക്കാന്ന് പറയുമ്പോ അവൻ അത്രയും ഭയന്നു പോയി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്ന് കഷ്ടപ്പാട് ആണെന്ന് വീട്ടിൽ പറയണ്ട, പറഞ്ഞാൽ പിന്നെ അതിലും ഉപരിയായിട്ട് ചിലരുടെ ജോലി പോയി കഴിഞ്ഞാല് ഭാര്യമാര് പറയും നിങ്ങൾ ഇങ്ങോട്ട് കയറി വരണ്ട, നാട്ടുകാരെന്ത് പറയും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയാണ് അജ്മാനിലെ ആ പയ്യന് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറഞ്ഞു. കാരണം ഭാര്യയുടെ അച്ഛനും പറയുന്നു നീ കയറി വരണ്ട, നാട്ടുകാരൊക്കെ എന്ത് പറയും, ഭാര്യയും പറയുന്നു കയറി വരണ്ട, ഗൾഫുകാരനാന്ന് പറഞ്ഞല്ലേ കല്യാണം കഴിച്ചത്. അന്നേരം അയാൾക്ക് ജോലിയും പോയി, എന്ത് ചെയ്യും. അന്നേരം നമുക്ക് ആ കുടുംബം സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ വ്യക്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇടത്ത് ഞാൻ പറഞ്ഞു നമുക്കിതൊരു വാശി പോലെ എടുക്കണം, ജോലി വാങ്ങിച്ചു തരാം, ഞാൻ ഉറപ്പ് തരുന്നു, ഒരാത്മഹത്യം ചെയ്യണ്ട. അന്നേരം പെങ്ങള് പറഞ്ഞു പൈസ അയച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു പെങ്ങൾക്ക് പിന്നെ പൈസ തിരിച്ചു കൊടുത്താൽ കടമൊന്ന് തീരുമല്ലോ. അങ്ങനെ ജോലി മേടിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ നിന്ന് അജ്മാനി ജോലി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണം, കുഞ്ഞിനെ കാണണം, അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട് ചേച്ചി, ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ അന്നേരം ആ ഫാമിലി എന്നുള്ള സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഒരു നിമിഷം പോലെ ഒരു മനുഷ്യന്റെ ജീവൻ പോകാൻ. അതാണ് ഞാൻ പറയുന്നത്, ഫാമിലിയുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ പ്രവാസികളിലാണേലും എപ്പോഴും വേണ്ടത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മളുടെ ഈ ഇപ്പം പ്രവാസികൾ നമ്മളിവിടെയാണല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്നാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ്, നമ്മളിപ്പോ എല്ലാവരും പല നമ്മള് രാജ്യത്തുനിന്ന് വരുന്നവരാണ്, അതിൽ കേരളത്തിലല്ല എല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ട്. അപ്പൊ പലരും പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം, പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നവരായിരിക്കാം. അവർക്കൊക്കെ എല്ലാവർക്കും ലോലമായിട്ടുള്ള ഒരു ജോലിയോ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അവർക്ക് നമ്മള് മാഡം ഇപ്പൊ ഒരുപാട് ആൾക്കാരെ കണ്ട അനുഭവം ഉണ്ടല്ലോ, എന്താണ് അവർക്ക്? ഞാന് ഇപ്പം കഴിഞ്ഞ നമ്മുടെ ചിന്മയുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ആരായാലും ഈ പറയുന്ന ഞാനാണേലും നമ്മളൊക്കെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്, ശരിയാണ്. അതിലൊരു ചെറിയ തുക നമ്മുടെ പേരില് ബാങ്കിൽ ഇട്ടില്ല എങ്കിൽ നമ്മുടെ ഭാവിയിൽ ജീവിതം
വളരെ ദുരിതമാകും. കാരണം ഈ പറഞ്ഞ ഇപ്പം നമുക്കറിയാവില്ല, ഇവിടെ ഒരു കുടിസ് റൂമില് 7, 8, 9 പേരും താമസിക്കുന്നിടത്തും അത്രയെങ്കിലും വീട്ടില് നല്ല നിലയിലായിരിക്കും അവരൊക്കെ കഴിയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും കയ്യിൽ 5 പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു വീട്ടുകാരും തിരിഞ്ഞു നോക്കില്ല. ഇല്ല, എല്ലാം കഴിഞ്ഞ് ആരോഗ്യവും നശിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ സ്വന്തം പേരില് ബാങ്കിൽ ചെറിയൊരു തുക എല്ലാവരും ഇടുന്നതാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം. എൻ്റെ പല അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഒരു 7-8 മാസമേ ഉള്ളൂ അബുദാബിയിൽ നിന്ന് ഒരു അച്ഛൻ എന്നെ കാണാൻ വന്നു. 72 വയസ്സുണ്ട്. അച്ഛൻ്റെ മക്കളൊക്കെ വിദേശത്താണ്. അച്ഛന് മോളെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചയച്ചു. മോനും നല്ല ജോലി എല്ലാം കഴിഞ്ഞപ്പോ ഭാര്യ നാട്ടിലുണ്ട്. ഭാര്യ നാട്ടിലുള്ള കുറച്ച് വസ്തു വിറ്റ് കൂടെ മോളെ കെട്ടിച്ചു, നല്ല നിലയിൽ തന്നെ. പക്ഷെ മക്കള് നോക്കണില്ല, ഭാര്യ നാട്ടിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു 8 മണി കഴിഞ്ഞപ്പോ തൊട്ട് കുറെ മിസ് കോൾ വരുന്നു. എന്നിട്ട് ഞാൻ ആരെയും മിസ് കോൾ, അങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ മിസ് കോൾ എടുത്ത് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തപ്പം മോളേന്നൊരു വിളി. അപ്പം എനിക്ക് തോന്നി ഇത് ആരാണ്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴത്തേനാണ് അബുദാബിയിൽ നിന്ന് കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്നു, എന്നെ കാണാൻ വന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ ഒരു വില്ലയില് വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഷാർജ തന്നെയുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ബോഡി നാട്ടിലേക്ക് അയക്കണ്ട. അന്നേരം ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പം എനിക്കും മക്കളുണ്ട്, ഞാനും വിദ്യാഭ്യാസം കൊടുക്കുന്നു, വിദേശത്ത് വിടുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാനും ചെറിയൊരു തുക എൻ്റെ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഭാവിയില് നമ്മൾ ഇന്നക്കാലം മക്കൾ നോക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ നോക്കുമെന്നോ ഒരു പ്രതീക്ഷയും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട വെളിച്ചത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും നമ്മുടെ പേരിൽ ഒരു ചെറിയ ഡിപ്പോസിറ്റ് അത് കരുതണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഞാൻ വേറെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ കാര്യമാണ്, ഞാനത് എന്തായാലും പറയാണ്. ഇവിടെ പുറത്ത് ബിൽഡിങ്ങിന്റെ ജോലി എടുക്കുന്ന ആൾക്കാരെ അറിയാലോ, അവര് നല്ല നട്ടുച്ചയ്ക്ക് തിളങ്ങും. ഞാൻ അങ്ങനെ പറയണേ. ഇവര് അത്രയ്ക്ക് സൂര്യപ്രകാശത്തിന് ജോലി നേരം. ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇച്ചിരി സാധനം കൊടുത്തു വിട്ടു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യില് അദ്ദേഹത്തിന്റെ ഭാര്യ സാധനം മേടിക്കാൻ വരുന്ന ഒരവസ്ഥ. അവര് നല്ല ഇതിൽ വന്നു സാധനം വാങ്ങിച്ചു. ആ സാധനം വാങ്ങിച്ചപ്പോ എൻ്റെ ഭർത്താവ് എങ്ങനെയുണ്ട് അവിടെ, അല്ലെ എൻ്റെ ചേട്ടന്റെ സുഖമാണോ, എൻ്റെ ചേട്ടന്റെ അവസ്ഥ എന്താന്ന് ആ സ്ത്രീ ചോദിക്കുന്നില്ല. അവര് സാധനത്തിന്റെ വെയിറ്റും സാധനം എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെ അവിടെ ചൂട് കൂടുതലാണോ, എൻ്റെ ചേട്ടന്റെ അവസ്ഥ എങ്ങനെയാ, നന്നായിരിക്കുന്നു, ഇതൊന്നും പുള്ളിക്കാരത്തേക്ക് അറിയണ്ട. ആ സാധനം എന്തൊക്കെയാണ്, അതിന്റെ വെയിറ്റ് ഇത്രേ തന്നു വിട്ടുള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, അത് അവൾക്ക് കിട്ടിയത് എന്നിൽ കൂടെയാണ്. ഞാൻ അവളോടൊക്കെ പറയുന്നുണ്ട്, ഇതാ നിങ്ങളൊക്കെ കരുതിക്കണം, നമ്മളാരും നമ്മളെ നോക്കുന്നു. അന്നേരം ആ ഭർത്താവ് തിരിച്ച് എൻ്റെ കൂട്ടുകാരി ചോദിച്ചു, എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു അവള്. അന്നേരം അവള് പറഞ്ഞു, തിരക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നും ചോദിച്ചിട്ടില്ല. അന്നേരം ഞങ്ങള് തമ്മില് സംസാരിച്ച് ഞാൻ പറയണേ, എന്താണ് അവസ്ഥ മനുഷ്യന്റെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാരും ദുബായില്, ഷാർജയില്, അവിടെ ഇവിടെ ഖത്തറൊക്കെ പറയും. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പം നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല, അവിടെ ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എവിടെയും ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, 10 പൈസ നമ്മുടെ അക്കൗണ്ടിൽ എല്ലാരും കരുതുക. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഇവിടെ UAE ഷാർജ, മെയിനായിട്ട് ഷാർജ ഭാഗത്ത് എന്തെങ്കിലും ഇതുപോലെ ആരും ഹെൽപ്പിനില്ലാത്ത ആൾക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒരു മടിയും വിചാരിക്കണ്ട. മാഡത്തിനെ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. മാഡം ഏത് സമയത്തും വില്ലിങ് ആണ് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ഫുഡിനായിക്കോട്ടെ, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യുന്ന, മാഡം പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യങ്ങള് അത് നല്ല രീതിയിൽ ചെയ്യാൻ മാഡത്തിന് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാരണം വെച്ച് നമ്മളുടെ പരിസരത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് കണ്ണ് അടച്ച് പോകാതിരിക്കുക. കണ്ണ് തുറന്ന് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൈത്താങ്ങായിട്ട് എന്താണ് വിഷമം എന്ന് ഒരു വാക്ക്, അല്ലെ, അത് എല്ലാവരും വേണം. ഇപ്പൊ ഞാനെന്നല്ല, നമുക്ക് ആർക്കും പറ്റുന്ന. ഇപ്പം വഴി സൈഡിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒരു മലയാളിയാട്ടെ ആരുമാട്ടെ ചെന്ന് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ വന്ന് ഈ അവസ്ഥയിൽ വരുന്നവരൊക്കെ ഒരു സ്ഥാനത്ത് നിന്നാൽ അവരവിടെ തന്നെ വൈകുന്നത് വരെ ഉണ്ടാവും. ഞാനത് കണ്ട കാര്യം. ഞാൻ താമസിക്കുന്ന റോള പാർക്കിന്റെ അടുത്താണ്. അപ്പൊ ഈ ഏജന്റുമാരെ പറ്റിക്കുന്നതിന് 99 ബസ്സിൽ കയറി റോള പാർക്കിന്റെ അവിടെ വരാൻ പറയും. ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ഇവര് വന്ന് ബസ്സിൽ ഇറങ്ങുമ്പം ഈ നിൽക്കാൻ പറയുന്ന ആളും ഉണ്ടാവില്ല, ആ നമ്പറും ബ്ലോക്ക് ചെയ്യും. പിന്നെ അവർക്ക് ആരും ഒരു ആശ്രയമില്ല. ഞാൻ എൻ്റെ ആ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവര് രാവിലെ വന്ന പെട്ടിയും കൊണ്ട് നിൽക്കുന്നവരും
വൈകുന്നത് വരെ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ ബന്ധപ്പെട്ടവരാണ്. അതാണ് ഏറ്റവും എനിക്ക് ഇങ്ങനെയുള്ളവരെ കിട്ടുന്നത്. അപ്പൊ എനിക്കറിയാം ഇവര് രാവിലെ തൊട്ട് നിൽക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, അവരവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവർക്കറിയില്ല. അങ്ങനെയാണ് ഓരോരുത്തരും വന്ന് ഇവിടെ പെടുന്നത്. അന്നേരം എപ്പോഴും നമ്മള് ലീഗലായിട്ട് ഇവിടുത്തെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വിസയുടെ ഒന്നാമത് ഏജന്റുമാരെല്ലാം പറ്റിക്കുന്നവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ലവരുണ്ട് അല്ലാത്തവരുണ്ട്, ഒക്കെ മനസ്സിലാക്കി കറക്റ്റായ ഇതിൽ തന്നെ ഇവിടേക്ക് വരാൻ ശ്രമിക്കുക. അതുപോലെ എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും ഇതിലേക്ക് വരാനുള്ള ഒരു മനസ്സും കാണിക്കുക. അതിന് സമയമോ സാമ്പത്തികമോ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അതിലും ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും കണ്ടാണെങ്കിൽ മാഡത്തിനെ അറിയിക്കുകയാണെങ്കിൽ മാഡത്തിന് സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫാമിലി എല്ലാം മാഡത്തിന് ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അതന്നെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ ഇന്നത്തെ നമ്മളെല്ലാവരും പല കൾച്ചറിൽ നിന്ന് വന്നിട്ട് ഇവിടെ പണിയെടുത്ത് നമ്മള് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണം ആഗ്രഹിച്ച് വരുന്നവരാണ്. എല്ലാവർക്കും ആ സൗഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ പല രീതിയിലും കഷ്ടപ്പെടുന്ന പല റീജിയനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിനൊരു കൈത്താങ് നമുക്ക് എന്തെങ്കിലും ചിലപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരാളെ ഇങ്ങനെ ഒരാളോടെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്ന് വിളിച്ച് പറയാനെങ്കിൽ ഒരു മനസ്ഥിതി എല്ലാവരും കാണിക്കാം. എന്തായാലും മാഡം ഒരുപാട് സന്തോഷം. ഈ ഒരുപാട് തിരക്കില് ഞാൻ ഇന്നലെ ഞാൻ തൊട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് തിരക്കിൽ ഈ ഒരു ചെറിയൊരു സമയം നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങളിവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്പാർക്സ് മീഡിയയുടെ ഒരു ചെറിയൊരു ലേഡീസ് വിങ്ങിന്റെ ഒരു ഇതാണ്, അതിന് ഇതായിട്ട് വന്നതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരിക, തീർച്ചയായിട്ടും എന്തായാലും ഞങ്ങളുടെ എല്ലാവരുമായിട്ട് സഹകരിക്കുക. ഇനിയുള്ള എല്ലാ പ്രോഗ്രാമിലും മാഡത്തിനെ ഞങ്ങള് ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട്, കാരണം ഞങ്ങൾ ലേഡീസ് വിങ് ആണ്, സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നല്ല വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.